തുടരുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സന്ധിക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം ഞാൻ പ്രകാരം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിന് 40-ാമത്തെ വാക്യം. ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ആകയാൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാം. ഞങ്ങൾ അല്പസമയം മനസ്സിലാക്കിയതായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ വിചാരങ്ങളെയും അറിയുന്നതിന് നമ്മളോട് സകലവും അറിയുന്ന നാഥനെയും സകലത്തിൻ്റെയും ഉടയവനും ഉടയവൻ്റെ വരവേറ്റ വാസനമായിരിക്കും നമ്മളോട് സ്വാഗതം. വിശ്വസ്തയോടെ ജീവിതം ക്രമീകരിക്കാൻ ഞങ്ങളെ സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹീതമായ നല്ല രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ അയക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. അഭിവൃദ്ധിയ തിരുമേനി, ബഹുമാനമുള്ള പട്ടക്കാരൻ, പ്രിയ സുവിശേഷകർ, പ്രിയ സിവിൽമാർ, മറ്റ് സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ നമ്മുടെ നാട്ടിൽ ഏവർക്കും സ്നേഹവും. കർത്താവിന്റെ ക്രൂശിന്റെ വേർപാട് 27-ാമത്തെ ദിവസത്തിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു ദിവസമാണ്. 27 ദിവസങ്ങൾ നാം ഇന്ന് പിന്നിടുകയാണ്. വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ രീതികളും വ്യത്യസ്തമായ സംസാരങ്ങളും പലതരത്തിലുള്ള ധ്യാനങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ ആത്മീയതയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉണർവുണ്ടാകുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമ്മൾ ഒരുങ്ങുകയും ചെയ്യുന്നത് ഏറെ സന്തോഷകരമായ സംഗതികളാണ്. വായിച്ചു കേട്ട വേദഭാഗം എല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണ്. കർത്താവിനെ പിടിക്കുവാനായിട്ട് ഇങ്ങനെ തക്കം പാർത്തിരിക്കുന്ന പരീക്ഷന്മാരും ശാസ്ത്രിമാരും. നമ്മൾ വായിച്ച ആ വേദഭാഗത്തിന്റെ അവസാനത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 45-46 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ഉപമകളൊക്കെ കേട്ടിട്ട് എങ്ങനെ കർത്താവിനെ ഒന്ന് പിടിക്കാം എന്ന് വിചാരിച്ചു നിൽക്കുന്ന പരീക്ഷന്മാരെയും ശാസ്ത്രന്മാരെയും കാണാൻ സാധിക്കും. പക്ഷേ സമയമായിട്ടില്ല. ഇച്ചിരിയുടെ ഉണ്ട്. ദൈവത്തിന്റെ ഹിതപ്രകാരം കർത്താവ് പറയാനുള്ളതെല്ലാം പറയാനും കർത്താവ് പ്രവർത്തിപ്പാനുള്ളതെല്ലാം പ്രവർത്തിപ്പാനും ഇനിയും സമയമുണ്ടെന്ന് കണ്ട് അവിടെ വീണ്ടും കർത്താവ് അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, കർത്താവിന്റെ ഉപമകൾ പലപ്പോഴും സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ പോകുന്നതാണ് എന്നത് തർക്കമറ്റ സംഗതിയാണ്. ആ ഉപമകളിൽ എന്ത് കർത്താവ് പറയണമോ അത് വളരെ ഭംഗിയായി ജനത്തോട് സംവാദിക്കുവാൻ കർത്താവ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമുക്കറിയാം, ഈ വേദഭാഗത്തിൽ നമ്മൾ വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും എന്താണ് ഇവിടുത്തെ വിഷയം എന്നുള്ളത്. നമുക്കറിയാം, ഞാൻ അതിന്റെ ചെറിയ ഹെഡിങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്: ഉടയവൻ വരുമ്പോൾ നമുക്ക് വിശ്വസ്തരായിരിക്കാം. ഉടയവൻ വരുമ്പോൾ നമുക്ക് വിശ്വസ്തരായിരിക്കാം. ഇവിടെ ഒന്നാമതായി നമുക്ക് കാണാൻ സാധിക്കുക അവിശ്വസ്തതയും വിശ്വസ്തതയും തമ്മിൽ കൂടി കാണുന്ന ഒരു രംഗം. അവിശ്വസ്തതയും വിശ്വസ്തതയും തമ്മിൽ കൂടി കാണുന്നു. നമുക്കറിയാം, അപ്പോസ്തല സഭയിലെ ആദ്യത്തെ മലയാളി അല്ലാത്ത ഒരു പട്ടക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജോൺ ചെല്ലദുരൈ എന്നുള്ളതാണ്. ആ അച്ഛൻ്റെ പേര് നമുക്കറിയാം, കേട്ടപ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. അച്ഛന് മലയാളി അല്ലായിരുന്നു. അച്ഛൻ വിശ്വസ്തനായ ഒരു ദൈവത്തിന്റെ വേലക്കാരനായിരുന്നു. അച്ഛന്റെ വിവാഹ നിശ്ചയ സമയത്ത് എല്ലാവരും കൂടി, ബന്ധുക്കാരും നാട്ടുകാരും സഭക്കാരും എല്ലാം കൂടി, പക്ഷെ അച്ഛൻ മാത്രം എത്തിയില്ല. അച്ഛന് അവിടെ വന്നില്ല. എല്ലാവരും വന്നു, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അവർക്ക് പാവങ്ങൾ കാലമൊന്നും ഇല്ലാത്തപ്പോൾ കുഴപ്പമില്ല, ഇച്ചിരി വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇന്ന സമയങ്ങളിൽ വരണമെന്നൊക്കെ പറഞ്ഞേനെ. അന്നത്തെ കാലമായതുകൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ലായിരുന്നു. അച്ഛൻ വരെ ലേറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേർത്ത് കുളിച്ച് ക്ഷീണിച്ച് അദ്ദേഹം ഓടി വരികയാണ്. ഓടി വന്ന് ഈ വിവാഹ നിശ്ചയത്തിലൂടെ പ്രവേശിച്ചു. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്ത് പറ്റി അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞ്, എൻ്റെ പള്ളിയിൽ കറണ്ട് അത് അടയ്ക്കാനായിട്ട് 4 ക്ലാസ് ലേറ്റാണ്. എന്ന് അടച്ചാലേ എനിക്ക് പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ആൾക്കാർ കാണിക്കുകയും സ്തോത്രാഴ്ചയ്ക്ക് ഇന്നലെയാണ് എൻ്റെ കൈ കിട്ടിയത്, ഞാൻ അത് അടച്ചിട്ട് വരുന്ന വഴിയാണ് ലേറ്റായി. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്.
ചരിത്രമാണ്. ഞാൻ പറയട്ടെ, അച്ഛൻ ബെഗാർപെട്ട് എന്ന് പറയുന്ന സെമിനാരിയിൽ, അതായത് ഞാൻ മനസ്സിലൊക്കെ പഠിച്ച സെമിനാരിയിൽ പഠിച്ച അച്ഛനാണ്. SIBC ഒരു രീതിയുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള പള്ളികളിൽ അസൈൻ ചെയ്യും. ഞങ്ങൾ പോയി അവിടെ ശുശ്രൂഷകൾ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ സൺഡേ സ്കൂൾ എടുക്കണം, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കണം, തിരിച്ചു വരണം. അതിന് ഞങ്ങൾക്കൊരു വണ്ടിക്കൂലി തരാറുണ്ട്. ഓരോ ദൂരം അനുസരിച്ച് ചിലർക്ക് 100, ചിലർക്ക് 50, ചിലർക്ക് 30, ചിലർക്ക് അതിൽ കൂടുതൽ അങ്ങനെ കൊടുത്താണ് വിടാറ്. ഞാൻ പലതവണ അതിൻ്റെ ചുമതലയായിരുന്നുണ്ട് ഒത്തിരി പേർക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഈ അച്ഛൻ, ഈ ജോൺ ചെല്ലതുര എന്ന് പറയുന്ന അച്ഛൻ പോയിട്ട് തിരികെ വരുന്ന ആ ബാക്കി പൈസ കൃത്യമായിട്ട്, വണ്ടിക്കൂലി കഴിഞ്ഞിട്ടുള്ള പൈസ കൃത്യമായിട്ട് തിരികെ ഓഫീസിൽ അല്ലെങ്കിൽ ചുമതലപ്പെട്ട ആളുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഒത്തിരി പേരോട് പറയാൻ, ഒത്തിരി പേര് വിശ്വസ്തരായ ആൾക്കാർ, ചിലപ്പോൾ 2 രൂപയായിരിക്കും അധികം വരുന്നത്, അവർ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്നാൽ ചിലർ ഈ പൈസയ്ക്ക് പോയി പകുതി പൈസയ്ക്ക് ലിഫ്റ്റൊക്കെ അടിച്ച് പോയിട്ട് അവർ എന്ത് ചെയ്യുന്ന അറിയാമോ? അവർ ജ്യൂസൊക്കെ കഴിച്ച്, ഇച്ചിരി പഴമൊക്കെ കഴിച്ച്, വെളിയിൽ നല്ല ഫുഡൊക്കെ കഴിച്ച് എല്ലാം തീർന്നു പറഞ്ഞ് തിരികെ വരും സന്തോഷത്തോടെ. ഏപ്പൊക്കം വിട്ട് അവർ മുറിയിൽ വന്ന് കിടക്കും. അതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വിശ്വസ്തത എന്ന് പറയുന്നത് പ്രകാരമാണ് എന്ന് ഇവിടെ ഏത് ദിവസവും നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിക്കുന്നു. ഇവിടെ യജമാനൻ 3 പ്രാവശ്യമാണ് യജമാനന് കിട്ടേണ്ട ആദായം, യജമാനന് കിട്ടേണ്ടത് സ്വീകരിക്കുവാനായിട്ട് ആളെ അയച്ചത്. 3 അറ്റംപ്റ്റ് നടത്തി. 3 അറ്റംപ്റ്റിലും യജമാനൻ പരാജയപ്പെട്ടു പോകുന്നു. ആദ്യത്തെ അറ്റംപ്റ്റ് എന്തായിരുന്നു? ദാസനെ ഇങ്ങോട്ട് അയക്കുകയാണ്, അല്ലെങ്കിൽ ദാസന്മാരെ അയക്കുകയാണ്. അവിടെ പോയി കുടിയാന്മാരോട് യജമാനന് കൊടുക്കാനുള്ള തരാൻ പറയുന്നു. അവർ എന്ത് ചെയ്തു? അവർ ഒരാളെ തല്ലി പിടിച്ചു, ഒരാളെ കൊന്നു കളഞ്ഞു. രണ്ടാമത് ഇച്ചിരി കൂടുതൽ ആൾക്കാരെ കൊടുത്തു വിട്ടു യജമാനൻ. അവിടെ അത് തന്നെ സെയിം സംഭവിക്കുകയാണ്. എല്ലാം അവരെ ഉപേക്ഷിച്ച് അവർ തള്ളി പറഞ്ഞ്, അല്ലെങ്കിൽ ഈ കുടിയാന്മാരെ അവരെ ഉപേക്ഷിക്കുകയാണ്, അവരെ തള്ളി കളയുകയാണ്. മൂന്നാമത് പറഞ്ഞ് എൻ്റെ മകനെ ഞാൻ അയക്കും. എൻ്റെ മകനെ അയച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? ആ യജമാനന്റെ മകനാണല്ലോ എന്നുള്ള ഒരു പേടി കൊണ്ട്, എന്നുള്ള ശങ്ക കൊണ്ട് അവനെ അനുസരിക്കും. അവര് യജമാനുള്ളത് കൊടുത്തുവിടുമെന്ന് വിചാരിച്ച് ഈ യജമാനൻ ഈ മകനെ അയക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? നമുക്കറിയാം. മകനെ കണ്ടപ്പോൾ അവൻ അനേക അവകാശം വരുന്നു. അവനെ തീർത്ത് കളഞ്ഞാൽ നമ്മൾ സേഫാണ്, സകലവും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ച് ഈ മകനെ കൊന്നുകളയുന്ന ഈ കുടിയാന്മാർ. ഇന്ന് രാത്രിയിൽ നമ്മോട് ഈ വേദഭാഗം സംസാരിക്കുന്നത് സകല സാഹചര്യങ്ങൾ അനുകൂലമാണ്. 33-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ സകല സൗകര്യങ്ങൾ ഒരുക്കിയിട്ടാണ് യജമാനൻ കുടിയാന്മാരെ ഏൽപ്പിച്ചത്. ഇവിടെ ഒന്നുമില്ല, ഒരു ബാരൽ ലാൻഡ് അല്ലെങ്കിൽ ഒരു തരിശ് ഭൂമി കൊടുത്തിട്ട് നിങ്ങളെല്ലാം ചെയ്തുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടല്ല അവിടെ യജമാനൻ ആ കുടിയാന്മാരെ ഏൽപ്പിച്ചത്. സകലവിധ അനുഗ്രഹങ്ങളും സകല സൗകര്യങ്ങളും സകല നന്മകളും നൽകി അവിടെ യജമാനൻ ആ കുടിയാന്മാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഇതിനെ പരിപാലിക്കുക, ഇനി ഇത് നിങ്ങളെ അങ്ങേയായിട്ട് നോക്കുക, ഇനി ഇതിന് വേണ്ട രീതിയിലുള്ള പരിപാലനം നിങ്ങൾ നൽകുക, ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞ് യജമാനൻ പോയിരിക്കുകയാണ്. ഇന്ന് ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്പം ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ടുന്ന സംഗതി നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, നമ്മുടെ ശുശ്രൂഷയുടെ സാഹചര്യങ്ങൾ. ചിലപ്പോൾ നമുക്കൊന്നുമില്ലെന്ന് ചിന്തിക്കാം, നമുക്ക് ആരുമില്ലെന്ന് ചിന്തിക്കാം, ചിലപ്പോൾ നമ്മുടെ സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ പരിമിതമാണെന്ന് ചിന്തിക്കാം. പക്ഷേ അതൊന്നും അല്ല. എനിക്ക് വേണ്ടതെല്ലാം എൻ്റെ ദൈവം തന്നിട്ടുണ്ടെന്ന് നമ്മൾ ഓർക്കുമ്പോഴാണ് ആ യജമാനന്റെ മനോഹരമായ നമ്മോടുള്ള കരുതൽ നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ ദൈവം തന്നിട്ടുണ്ട്. മറ്റുള്ളവരാളെ നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഒട്ടും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയിരിക്കാം. മറ്റുള്ള ഒരാളെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് അത്ര ഇല്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കാം. പക്ഷേ എനിക്ക് വേണ്ടത് എൻ്റെ യജമാനൻ നൽകിയിട്ടാണ് യജമാനൻ പോയിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കാരണം എന്താ? ഞാൻ റിട്ടേൺ കൊടുക്കേണ്ടതാണ്. ഞാൻ ഇതിന്റെ പ്രതിഫലം അല്ലെങ്കിൽ ആ അനുഭവം ഞാൻ യജമാനന് തിരികെ കൊടുക്കേണ്ടതാണ് എന്നോർത്ത് ഈ കഷ്ടപ്പാടുകളിൽ, പങ്കപ്പാടുകളിൽ, പ്രയാസങ്ങളിൽ എൻ്റെ യജമാനന് വേണ്ടി അധ്വാനം ചെയ്യേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നത് ഓർത്തിരിക്കുന്നത് എത്രയോ എത്രയോ അനുഗ്രഹീതമാണ്. ഇവിടെ ആ 40-ാമത്തെ വാക്യത്തിലെ ചോദ്യം എന്നോട്, നിങ്ങളോട്, അല്ലെങ്കിൽ വായിക്കുന്ന എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യം, ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഉടയവൻ വരുമ്പോൾ ആ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഞാൻ നിങ്ങളും ആ കുടിയാന്മാരാണെങ്കിൽ, ഞാൻ നിങ്ങളും ആ ഭാഗ്യകരമായ അവസ്ഥയിലാണെങ്കിൽ, എന്നെ നിങ്ങളെ നോക്കി എൻ്റെ പ്രിയ പുത്ര അല്ലെങ്കിൽ എൻ്റെ പ്രിയ സ്നേഹിത എന്ന് പറഞ്ഞ് നമ്മളെ മാറോട് ചേർക്കുമോ? അതോ ഇവിടെ ചെയ്തതുപോലെ ഈ 3 പ്രാവശ്യം യജമാനൻ ആൾക്കാരെ വിട്ട് ചെയ്തതുപോലെ നമ്മൾ അവിശ്വസ്തരായിത്തീരുമോ?
അവിശ്വസ്തതയും വിശ്വസ്തതയും നമ്മൾ ഇങ്ങനെ നേരെ നോക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ ഏത് മുഖത്ത് നോക്കും? അവിശ്വസ്തതയുടെ മുഖത്തോ വിശ്വസ്തതയുടെ മുഖത്തോ? നമ്മുടെ ജീവിതങ്ങളിൽ ഒന്നുകൂടെ ഒന്ന് കർത്താവിന്റെ കരങ്ങൾ താഴ്ത്തിയിരിക്കുക. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി പിറന്നിരിക്കുന്നത് കർത്താവൻ സംഭവിച്ച നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം പ്രധാനപ്പെട്ട വാക്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ഞാൻ നിങ്ങൾ അവിശ്വസ്തരായിരുന്നാൽ, ഞാൻ നിങ്ങൾ വിശ്വസ്തതയില്ലാതിരുന്നാൽ, ഞാൻ നിങ്ങൾ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചാൽ നമ്മുടെ പ്രതിഫലം എന്താണ്? നമ്മുടെ പ്രതിഫലം അത് വളരെ വേദനാജനകമായിരിക്കും. 21-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യം മുതൽ കർത്താവ് ഇങ്ങനെ വിശ്വസ്തനായ ദാസനെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. 28 മുതലുള്ള കാര്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു കഥയാണ്. മൂത്ത പുത്രനോട് പിതാവ് പറഞ്ഞു, മകനെ ഇന്ന് എൻ്റെ വയലിൽ അല്ലെങ്കിൽ എൻ്റെ തോട്ടത്തിൽ മകൻ പോയി ജോലി ചെയ്യാം, വേല ചെയ്യുക എന്ന് പറഞ്ഞു മൂത്ത മകനോട് പറഞ്ഞു. മൂത്തവൻ പറഞ്ഞു, ഞാൻ പോകത്തില്ല, എനിക്കിന്ന് പറ്റത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും അപ്പ അല്ലെങ്കിൽ പിതാവേ അല്ലെങ്കിൽ പപ്പ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കുറ്റബോധം തോന്നി, അവന് അനുതാപം തോന്നി. അയ്യോ, ഞാൻ എൻ്റെ അപ്പനോടാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് തിരികെ വന്ന് മാപ്പ് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവൻ വേലസ്ഥലത്ത് പോയി അവിടെ അധ്വാനിച്ചു. 2ാമത്തെ മകനോട് ഇതിനോട് ഇറക്കിയതിനെ ഈ പിതാവ് 2ാമത്തെ മകനോട് പറഞ്ഞു, മക്കളെ നീ ഇന്ന് അപ്പൻ്റെ വേലസ്ഥലത്ത് പോകണം, അപ്പൻ്റെ വഴിയിൽ പോകണം, നീ അവിടെ പോയി അധ്വാനിക്കണം എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? ഉറപ്പായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ പോയിക്കളയാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നേരെ പോകുകയാണ്. പക്ഷേ വയലിൽ പോയില്ല. കർത്താവ് ചോദിക്കുന്നു, ഇതിലാരാണ് ശരി? ഇതിലാരാണ് ശരിയായി വേല ചെയ്തത്? എല്ലാവരും പറയുന്നത് മൂത്തവനാണ്, അവൻ തെറ്റിപ്പോയി. പക്ഷെ അനുദപിച്ച് തിരികെ വന്ന് അവരുടെ വേല സ്ഥലത്ത് തിരികെ ചേർന്നു. ഇത് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ ചിലപ്പോൾ വഴി തെറ്റിപ്പോയിരിക്കാം. ഞാൻ ചിലപ്പോൾ വാക്കുകൊണ്ട് എൻ്റെ പിഴവുകൾ കൊണ്ട് എനിക്ക് പിഴവ് സംഭവിച്ചിരിക്കാം. എനിക്ക് ചിലപ്പോൾ മിസ്റ്റേക്ക് കൊണ്ടിരിക്കാം. എൻ്റെ വാക്കിലോ എൻ്റെ തീരുമാനങ്ങളിലോ എൻ്റെ പ്രവൃത്തികളിലോ ഒക്കെ എനിക്ക് പിഴച്ചിരിക്കാം. പക്ഷെ ഒരു വാക്ക് തിരികെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന്, കർത്താവെ എന്നോട് പൊറുക്കണമേ എന്ന്, കർത്താവിനോട് അനുതാപ ഹൃദയത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കും, അവൻ നമുക്ക് പ്രതിഫലം നൽകും എന്ന് തർക്കമില്ല. ഇളയ മകൻ ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രതിനിധിയാണ്. നമ്മൾ എല്ലാം ഓക്കെ എന്ന് പറയും, എല്ലാം ചെയ്യാന്ന് പറയും, എന്ത് കാര്യത്തിന് ഞാൻ ഓക്കെ ആണെന്ന് പറയും, എന്ത് ത്യാഗം ഞാൻ സഹിക്കാന്ന് പറയും. പക്ഷെ സമയമാകുമ്പോൾ പിന്നെ നമുക്ക് കാണാം, ഇപ്പൊ എനിക്ക് സമയമില്ല, എനിക്ക് ഇച്ചിരി കാണണം, ഞാൻ ഈ സമയത്ത് റെഡിയല്ല എന്ന് ചിലപ്പോൾ പറഞ്ഞിരിക്കാം. ഈ കാലഘട്ടം അതങ്ങനെയാണ്. ഇനി കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ എപ്രകാരമാണ് നമ്മുടെ യജമാനന്റെ മുമ്പിൽ നമ്മൾ ചിത്രീകരിക്കുന്നത്, എപ്രകാരം നമ്മൾ കാണിക്കുന്നത്? അവിടെ അഭിനയമൊന്നും നടക്കത്തില്ല. അവിടെ യാതൊരു തരത്തിലുള്ള കെട്ടുകഥകളോ യാതൊരു തരത്തിലുള്ള ചിത്രീകരണങ്ങളോ ഒന്നും അവിടെ നടക്കത്തില്ല. അവിടെയെല്ലാം റിയൽ. കാരണം അവൻ നമ്മുടെ വിചാരങ്ങളെയും ചിന്തകളെയും അറിയുന്ന ഒരു യജമാനൻ, നമ്മെ സകലം അറിയുന്ന യജമാനൻ. അതുകൊണ്ടാണ് അവൻ നമുക്ക് ഈ മുന്തിരിത്തോട്ടത്തിൽ വേണ്ടതെല്ലാം നമുക്ക് ഒരുക്കി തന്നത്. ഗോപുരത്തിന് ഗോപുരമുണ്ട്, ചക്കിന് ചക്കുണ്ട്, വേലിക്ക് വേലിയുണ്ട്, നല്ല മേൽത്തരമായ വിത്തുകളൊക്കെ അവൻ വിതച്ച് നന്നായിട്ട് അവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി വേല ചെയ്യാൻ മാത്രം മതി, വേല ചെയ്ത് യജമാനൻ ആദായം എത്തിയാൽ മാത്രം മതി. പക്ഷേ കൃത്യസമയത്ത് അതിന് റിട്ടേൺ നമ്മളോട് കൊടുക്കണം, യജമാനന്റെ കയ്യിൽ കൊടുക്കണം. അത് മാത്രമേ യജമാനൻ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ അവിശ്വസ്തരായി പോയിരിക്കാം. പക്ഷെ ഒരു വാക്ക് തിരിഞ്ഞ്, കർത്താവേ ഞാൻ നിന്നോട് പിഴച്ചിട്ടുണ്ട്, കർത്താവെ ഞാൻ നിന്നോട് പിഴച്ചിട്ടുണ്ട്, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നിന്നോടൊന്ന് പൊറുക്കണമേ എന്ന് ഈ നോമ്പിന്റെ കാലത്ത്, ഈ വേർപാടിന്റെ സമയത്ത്, ഈ വേദനയുടെ സമയത്ത്, ഈ ത്യാഗത്തിന്റെ സമയത്ത് നമുക്ക് പറയാൻ സാധിച്ചാൽ, പറയാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രതിഫലം എന്ന് പറയുന്നത് വളരെ വളരെ മോശമായിരിക്കും. രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കണം. നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായി പ്രാർത്ഥിക്കും. രണ്ടാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കാം. പറഞ്ഞത് ഒന്നാമത് പറഞ്ഞത് അവിശ്വസ്തതയും വിശ്വസ്തതയും തമ്മിൽ നോക്കി കാണുന്നു. രണ്ടാമത്തെ സംഗതി, വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നിശ്ചയമാണ്. വിശ്വസ്തതയ്ക്ക് പ്രതിഫലം നിശ്ചയമാണ്. നമ്മൾ വായിച്ച വേദഭാഗങ്ങൾ വളരെ പ്രസക്തി. 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീണ്ടുന്നവൻ തകർന്നു പോകും.
അല്ലെങ്കിൽ അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കണം. എന്താണ് ഈ ധൂളിപ്പിക്കുക എന്ന് പറയുന്നത്? നമ്മളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ധൂളിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണ്? ധൂളിപ്പിക്കുക എന്ന് പറയുന്നത് ആരംഭിക്കുക. നമ്മൾ പൗഡർ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഊതിയാൽ എന്ത് ചെയ്യും? അതിങ്ങനെ പറന്നു പോകും. പൊടി പറപ്പിക്കുക അല്ലെങ്കിൽ പൊടിയാക്കി കളയുക. ഈ കല്ല് ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ ദൈവത്തിന് വീഴാനായിട്ട് ഇടവന്നാൽ ചിലപ്പോൾ നമ്മൾ പൊടിയായി പോകും. ചിലപ്പോൾ നമ്മൾ തള്ളിക്കളഞ്ഞല്ല, പക്ഷെ അത് മുൻകൂലക്കല്ല. ഈ ലോകം തള്ളിക്കളഞ്ഞ കല്ല് മുൻകൂലക്കല്ലാണ്. സകലത്തിൻ്റെയും ആധാരശീല എന്നതാണ്. ആ കല്ലിൽ ആരെങ്കിലും വീണാൽ നമ്മൾ തകർന്നു പോകും. ആ കല്ലിൽ ആരെങ്കിലും അറിയാതെ വീണാൽ, അവിശ്വസ്തരായി ആ കല്ലിൽ ഒന്ന് തെറ്റി വീണാൽ, ആ നാമം എടുത്തിട്ട് ആരെങ്കിലും ഒന്ന് അറിയാതെ വീണു പോയാൽ, കൽപ്പമേൽ കൈവച്ചിട്ട് ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, മാർഗദേശത്തേക്ക് പോകുന്ന വഴിയിൽ ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, ചിലപ്പോൾ ഞാൻ നിങ്ങൾ തകർന്നു പോകും, ഞാൻ നിങ്ങൾ ഇല്ലാതായി പോകും. അല്ല തിരിച്ച് ശാപം വരുത്തി ആ കല്ല് നമ്മുടെ മുന്നിൽ വീണാൽ നമ്മൾ പാറിപ്പോകും, നമ്മൾ പറന്നു പോകും, നമ്മൾ ഇല്ലാതായി പോകും. നമ്മൾ കഥാപ്രസംഗമല്ല, നമ്മൾ കഥ പറയുകയല്ല. ജീവിതം ഇവിടെ വരച്ച് കാണിക്കുകയാണ്, പച്ചയ്ക്ക് വരച്ച് കാണിക്കുകയാണ്. അല്ലെങ്കിൽ കല്ല് ആരെങ്കിലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, എൻ്റെ കഴിവുകൾക്ക് ഇവിടെ പ്രാധാന്യമില്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്ക് യാതൊരു സാഹചര്യമില്ല, എനിക്ക് ചിന്തിക്കുവാനോ എനിക്ക് പ്രവർത്തിക്കാനോ ഒന്നും സാധിക്കുന്നില്ല, എന്തൊക്കെയോ കൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെ എതിർപ്പോടിയിരിക്കുകയാണെന്ന് ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെ രാത്രി ഓർക്കണം. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ല്, ഒന്നിനും ഉപയോഗമില്ലാത്ത കല്ല് എന്ന് മൂലമല്ല. എന്നെ നിങ്ങളെ കാണുന്ന ദൈവം, എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവം പറയുന്നു, വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. നമ്മുടെ കർത്താവ് നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്, നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ കല്ല് നമ്മുടെ ജീവിതത്തിൽ വീഴുവാൻ ഇടവരരുത്, ആ കല്ല് നമ്മുടെ ജീവിതത്തിൽ വീഴുവാൻ ഇടവരരുത്, ആ കല്ലിന്മേൽ വീഴാനും ഇടവരരുത്. യജമാൻ വരുമ്പോൾ യജമാൻ ആദായം കൊടുക്കുവാൻ നോക്കിടയാണ്. ഒരു ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞ് ഞാൻ വാക്കുകളെ ശ്രമിക്കാം. ഒരിക്കൽ അവിടെ പ്രസംഗം കഴിഞ്ഞ ഭവനത്തിൽ ഇങ്ങനെ കഴിക്കാനായിട്ട് പോയി. കഴിക്കാൻ പോയപ്പോൾ ഭവനത്തിൽ ഒരു അമ്മയും 2 മക്കളുമുണ്ട്. അവർ കേട്ടിരിക്കും ഈ ഉദാഹരണം. അവർ വളരെ സന്തോഷമുള്ള ഒരു കുടുംബം, ഒത്തിരി മനോഹരമായ മേശ ഒരുക്കിയിട്ടുണ്ട്. അച്ഛനെല്ലാം കഴിച്ചു. അവിടുത്തെ അപ്പച്ചൻ, അവിടുത്തെ അപ്പ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നിർത്താതെ ഈ സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ പോകുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളൊന്നും ഉണ്ടെന്നില്ല, അവിടുത്തെ അമ്മയൊന്നും ഉണ്ടെന്നില്ല, അവരെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ചോദിക്കാനൊക്കെ അമ്മ മൂടുന്നുണ്ട്, ആ എന്ന് പറയുന്നുണ്ട്, വേറൊന്നും അമ്മ പറയുന്നില്ല, ഒക്കെ എല്ലാം പറയുന്നത് ഈ അപ്പനാണ്. നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, നോൺ സ്റ്റോപ്പ്, ഒരിക്കലും നിൽക്കാതെ നമ്മൾ സംസാരം. അപ്പോൾ അച്ഛനൊരു എന്തോ ഒരു വിഷമം തോന്നി, എന്തോടായി ചെയ്യുന്നത്, പുള്ളിക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഒന്ന് പോയി ഇങ്ങനെ കറങ്ങി വന്നുകൊണ്ടിരിക്കുക, വീണ്ടും പോകും, വീണ്ടും ഒരു 5 മനസ്സാണ്. കഴിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, വളരെ മനോഹരമായ ഭക്ഷണം, ഞാൻ ഒത്തിരി നാളിന് ശേഷമാണ് ഇങ്ങനെ രുചികരമായ ഭക്ഷണം കഴിക്കുന്നത്, മകൾ ഒത്തിരി നന്ദി, വളരെ രുചികരം. അപ്പോഴത്തേക്കും സ്വിച്ചിട്ട് കത്തിയതുപോലെ പുള്ളിക്കാരൻ്റെ സംസാരം നിന്നു. ഈ അമ്മമ്മ ആകെപ്പാടെ വിഷമമായി, കുഞ്ഞുങ്ങളെല്ലാം സ്റ്റോപ്പായി, അതെല്ലാം മനസ്സിലമായി. നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ അവരെല്ലാം നിന്നു. ഈ അമ്മമ്മയുടെ കണ്ണിൽ ഒഴുകാൻ തുടങ്ങി. അച്ഛനാകെ പ്രയാസം, എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അറിയത്തില്ല, എന്താണ് പ്രശ്നമെന്ന് അറിയത്തില്ല. ചോദിച്ചെങ്കിൽ ഞാൻ നല്ലതെന്നാണ് പറഞ്ഞത്, മോശമെന്നല്ല, ഈ വായിക്ക് വയ്ക്കാൻ കൊള്ളത്തിലെന്നല്ല പറഞ്ഞത്, വളരെ മനോഹരമായ ഭക്ഷണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമ്മമ്മ വാഹനത്ത് സംസാരിക്കുന്നു, പക്ഷെ അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോൾ അച്ഛൻ മനസ്സിലായി ഈ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ഈ അമ്മയ്ക്ക് എന്തോ പ്രശ്നമുള്ള അമ്മയാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞതെന്ന് വെച്ചാൽ 4 വർഷം മുൻപ് എൻ്റെ ഭാര്യയ്ക്ക് നാക്കിൽ ക്യാൻസർ വന്നു. നാക്കിൽ ക്യാൻസർ വന്ന് നാക്കിൽ വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിലെ മിടുക്കിയായിട്ട് പഠിക്കുന്ന, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്ന, സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്ന, പഠിച്ചെടുത്തെല്ലാം ഫസ്റ്റ് ആയിരുന്ന ഒരു നല്ല പെൺകുട്ടിയായിരുന്നു എൻ്റെ ഭാര്യ. നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് അടുക്കളയിലൊന്നും കേട്ടിട്ടില്ല. അടുക്കളയിൽ കയറി ചായ ഇടാൻ പോലും
അറിയാൻ പാടില്ലാത്ത ഒരാളായിരുന്നു എൻ്റെ ഭാര്യ. അങ്ങനെ കല്യാണം കഴിച്ച സമയത്ത് വലിയ പ്രയാസമായി. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമില്ലായിരുന്നു. എനിക്ക് നന്നായിട്ട് പാചകം അറിയാം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലങ്ങനെ പ്രശ്നമില്ലായിരുന്നു. ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചു. പക്ഷേ കല്യാണം കഴിച്ച് വന്ന കുറേ നാൾ സന്തോഷത്തോടെ ജീവിച്ചപ്പോഴും ആദ്യമൊന്നും അറിയത്തില്ല. എന്തെങ്കിലും സ്പെഷ്യൽ സമയത്ത് ഈ മകളുടെ അമ്മ, അതായത് വലിയമ്മച്ചി വരുമായിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും എടുക്കാനൊക്കെ. അങ്ങനെ വന്ന് സന്തോഷത്തോടെ പോകുമായിരുന്നു. അങ്ങനെയാണ് ക്യാൻസർ വന്നത്. ക്യാൻസർ വന്നു, നാക്കിൻ്റെ ഓപ്പറേഷനായി. ഒന്നും അറിയത്തില്ല. ഒത്തിരി നാളുകൾ അതിൻ്റെ ചികിത്സയായിരുന്നു. ഒത്തിരി നാൾ അതിൻ്റെ പുറകെ ഓടി. എല്ലാം നഷ്ടമായി. ആരോഗ്യം നഷ്ടമായി. അവരുടെ കഴിവുകളെല്ലാം പോയി, അവരുടെ ജോലി പോയി, എല്ലാം പോയി. തകർന്നതിന് മരണത്തിൽ നിന്നിരിക്കുകയാണ്. കീമോ എല്ലാം കഴിഞ്ഞു, ചികിത്സ ഏകദേശം കഴിഞ്ഞു. ക്യാൻസർ രോഗം ഏകദേശം പൂർണ്ണമായി മാറി. സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അമ്മ ഈ മകളെ ശുശ്രൂഷിക്കാനായിട്ട് വലിയമ്മച്ചി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. വലിയമ്മച്ചി പറഞ്ഞ, മക്കളെ, ഞാൻ ഏകദേശം 1 വർഷത്തോളമായി നിന്നിട്ട് ഇനിയെങ്കിലും ഞാൻ എൻ്റെ വീട്ടിൽ മടങ്ങി പോകും. നമുക്കറിയാം, വലിയമ്മച്ചിമാരൊക്കെ വീട് മാറി അങ്ങനെ ആരും നിൽക്കാറില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞ് എപ്പോഴും അവരിങ്ങനെ പോകണമെന്ന് പറയാറുണ്ട്. അമ്മച്ചി അങ്ങനെ പറഞ്ഞു, കുറച്ച് മാത്രമേ ഉള്ളൂ, ഞാൻ ഇനി എനിക്ക് വീട്ടിൽ പോകാം. വളരെ വിഷമമുണ്ടായെങ്കിലും അമ്മച്ചി യാത്രയായി. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യും? വീട്ടിലെ ജോലികൾ ചെയ്യാൻ പറ്റത്തില്ല. വീട്ടിലെ ഭർത്താവിനെ വീട്ടിൽ കിട്ടാൻ പറ്റത്തില്ല. ജോലിക്ക് പോയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. 2 മക്കളുണ്ട്. അന്ന് മുതൽ ഭർത്താവിനോട് പ്രാർത്ഥിച്ചു, ഭർത്താവ് അടുത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ഉപ്പ് നോക്കാൻ പോലും നാക്കില്ല. അതിന് രുചി അറിയാൻ പോലും നാക്കില്ല. എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാനായിട്ട് അമ്മയ്ക്ക് കഴിയില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് നാക്കുണ്ട്, പക്ഷെ നാക്കിന് രുചിയില്ലെങ്കിൽ, നാക്കിന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇച്ചിരി ഉള്ള നാക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഒത്താവരുന്നത്, അല്ലെങ്കിൽ കൊഞ്ഞയാണ് വരുന്നത്. അപ്പനും മക്കളും സഹിച്ച ത്യാഗം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് പറയുന്നത്. ജീവിത സാഹചര്യങ്ങൾ കാണിച്ച വിശ്വസ്തതയെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞത്. അത് പറയുന്നത്, അമ്മ പ്രാർത്ഥനയുടെ എല്ലാ ദിവസവും അടുക്കളയ്ക്കകത്ത് കയറും. അടുക്കള അവർക്ക് മധുരയായിരുന്നു. അടുക്കള അവർക്ക് ആൾക്കാരെയായിരുന്നു. നമ്മുടെ അടുക്കള നമുക്ക് എന്താണ്? നമ്മുടെ വീട് നമുക്ക് എന്താണ്? നമ്മുടെ ജോലി സ്ഥലം നമുക്ക് എന്താണ്? നമ്മുടെ സ്കൂളുകളും കോളേജുകളും നമുക്ക് എന്താണ്? നമ്മുടെ മുറികൾ നമുക്ക് എന്താണ്? ആ അമ്മയ്ക്ക് അടുക്കള ആൾക്കാരെയായിരുന്നു. കാരണം അവര് ഓരോന്നും വയ്ക്കുമ്പോഴും കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ അവരെ പ്രധാന നിലവിളിച്ചിട്ടാണ് അവിടെ കയറി ഇറങ്ങി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ? അവർക്ക് പ്രാപ്തിയല്ല. നമ്മൾ അത്രയും വെച്ച സാധനങ്ങൾ പുറത്തുനിന്ന് ഒരാൾ കഴിച്ചിട്ട് ഏറ്റവും നന്നായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം മുഴുവൻ കരഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കുന്നതിന് ഇച്ചിരി ഉപ്പ് കൂടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം അത് അമ്മ ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് അതിനെ അറിയത്തില്ല. ഇച്ചിരി എരി കൂടിയാൽ കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഓക്കെയാണ്. കാരണം അത് ഞങ്ങൾ അമ്മ ഉണ്ടാക്കിയത്. അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നലെ അല്പം ചൂട് കൂടിയാൽ, ഒരല്പം ചൂട് കുറഞ്ഞാൽ, ഒരല്പം ഉപ്പ് കൂടിയാൽ ഉപ്പ് കുറഞ്ഞാൽ, എരിവ് കൂടിയാൽ എരിവ് കുറഞ്ഞാൽ, നമ്മൾ നമ്മുടെ അമ്മയോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, ജീവിതത്തോട് വിശ്വസ്തരാകുവാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മോട് ഒന്നുകൂടി തോന്നിപ്പിക്കുകയാണ്. ഉടയവൻ വരുമ്പോൾ ഈ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഉടയവൻ വരുമ്പോൾ ഈ കുടിയാന്മാരോട് എന്ത് ചെയ്യും? ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളൊന്ന് താഴ്ത്തിയേൽപ്പിക്കും. നമ്മുടെ ഹൃദയങ്ങളൊന്ന് താഴ്ത്തിയേൽപ്പിക്കും. ഒച്ചയായ ജീവിതം. ഞാൻ എൻ്റെ കർത്താവിന് മുമ്പെയാണെന്നുള്ളത് എപ്പോഴും ഓർക്കും. ഞാൻ എന്ത് ചെയ്താലും, ഞാൻ ഒരു 100 പേരുടെ ഇടയിൽ ഇരുന്നാലും ഞാൻ ഒറ്റയ്ക്ക് കർത്താവിന് മുമ്പിലാണ് എന്ന് ഓർക്കാൻ എനിക്ക് സാധിക്കുമോ? എന്നെ എൻ്റെ കർത്താവ് സകല സൗകര്യങ്ങൾ ഒരുക്കി ഒരു തോട്ടത്തിലാക്കിയിരിക്കുകയാണ്. ആ തോട്ടത്തിൽ എനിക്ക് വേലിയുണ്ട്, എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, എനിക്കൊരു കൂട്ടുണ്ട്, എനിക്കൊരു കൂട്ടുകാരുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ചക്കുണ്ട്, എനിക്ക് ഗോപുരമുണ്ട്, എനിക്ക് വെളിച്ചമുണ്ട്, സകലം എനിക്ക് അവിടെ നൽകിയിട്ടുണ്ട് കർത്താവ്. ആ തോട്ടത്തിൽ എന്നെ എൻ്റെ കർത്താവാക്കിയിരിക്കുകയാണ്. ഞാൻ ഫെയ്ത്ത്ഫുൾ ആയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് രാത്രി എന്നെ നിങ്ങൾ ഓർക്കണം. സാഹചര്യങ്ങളൊക്കെ എതിരാകാം. ആരൊക്കെ നമുക്ക് കൂടുതൽ ആരും നമ്മുടെ കൂടെ ഇല്ലെന്ന് ചിന്തിക്കാം. ഞാൻ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കാം. എനിക്കൊന്നിനും കഴിയുന്നില്ലെന്ന് ചിന്തിക്കാം. പക്ഷെ അതിനൊക്കെ ഏറ്റെടുക്കാൻ നമുക്ക് ശ്രമിക്കണം. നാവില്ലാത്ത അമ്മയെ കരുതിയ ആ കുഞ്ഞുങ്ങളും ആ അപ്പനെയും പോലെ ഒരെത്ര വർഷം അവരുടെ ജീവിതകാലം മുഴുവൻ ആ അമ്മയെ കരുതാൻ പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? 4 വർഷമായിട്ടുള്ളൂ ഈ അച്ഛൻ പറയുമ്പോൾ. ഇന്നത്തെ വർഷമായിട്ടാണ്. ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ അവരൊരു പരാതിയില്ലാതെ ആ ഭക്ഷണ കാര്യങ്ങളൊക്കെ അവർ നോക്കുന്ന ഒരു പോകാൻ ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ ജീവിതങ്ങളൊന്നും കൂടെ ചിന്തിക്കുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി കർത്താവായിട്ട് ആയിരിക്കുന്ന മേഖലയിൽ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞാൻ എന്താണോ അവിടെ, ഞാൻ ഏതാണോ അങ്ങനെ കർത്താവ് ഒന്നുകൂടെ ആയിരിക്കില്ല. എനിക്ക് ഇച്ചിരി തന്നിരുന്നെങ്കിൽ ഞാൻ ഓക്കെ, അങ്ങനെയല്ല. ഞാൻ എന്താണോ അങ്ങനെ ഞാൻ ഓക്കെയാണ്. ഞാൻ ഏതാണോ അങ്ങനെ ഞാൻ ഓക്കെയാണ്. രാത്രി നമ്മുടെ പ്രാർത്ഥന നടത്താം. ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ